കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ മത്സരം വ്യക്തിഹത്യ നടത്തി രാഷ്ട്രീയേതര മത്സരമാക്കി മാറ്റാൻ CPIM ശ്രമിക്കുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള കനത്ത താക്കീതായി ഫലം മാറുമെന്നും NK പ്രേമചന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് 5ാം പ്രാവശ്യമാണ് പാർലമെന്റിലേക്ക് എത്താൻ പോകുന്നത്. മത്സരത്തെ എങ്ങനെ കാണുന്നു? ഞങ്ങൾ കൊല്ലം ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെയുള്ള കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തികച്ചും ഒരു രാഷ്ട്രീയ മത്സരമായി തന്നെയാണ് കാണുന്നത്. എന്നാൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ CPMന്റെ നേതൃത്വത്തിൽ ഇതിനെ രാഷ്ട്രീയേതര മത്സരമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പോലും അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്ന നിലയിലേക്ക് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഈ ഭരണത്തിനെതിരായിട്ടുള്ള കനത്ത താക്കീതായി തെരഞ്ഞെടുപ്പ് ഫലം മാറണം എന്നുള്ളൊരു പൊതു അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. 3 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായ സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ 3 ഘടകങ്ങളാണ് പ്രധാനമായി. 3 രാഷ്ട്രീയം തന്നെയാണ്. ഈ 3 ഘടകങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഈ തെരഞ്ഞെടുപ്പിൽ വെക്കുന്നത്. എന്നാൽ CPM കൊല്ലത്ത് പരിശ്രമിക്കുന്നത് വ്യക്തിഹത്യയിലൂടെ അപവാദ പ്രചരണം നടത്തി വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന പരിശ്രമമാണ് 2024 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPM ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിനെ വ്യക്തമായ രാഷ്ട്രീയ മത്സരമാക്കി മാറ്റിക്കൊണ്ടുവരും. ഞങ്ങൾ അതിജീവിക്കേണ്ടി വരുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള LDF, മറ്റൊന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള NDA. ഈ 2 മുന്നണിയുടെയും രാഷ്ട്രീയത്തെ അതിജീവിച്ചുകൊണ്ട് ഉജ്ജ്വലമായ തിളക്കമുള്ള വിജയം കൈവരിക്കാൻ UDFന് കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിലെ ഒരു സാധ്യത എങ്ങനെയാണ്? കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ 20 ലോക്സഭാ സീറ്റിലും ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിലുണ്ട്. അതിൽ CPM പ്രതിരോധത്തിലാണ്. എങ്ങനെ പറയാൻ? കാരണം BJPയെ പ്രതിരോധിക്കണമെങ്കിൽ, BJPയുടെ രാഷ്ട്രീയത്തെ അതിജീവിച്ചുകൊണ്ട് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ കോൺഗ്രസ് എന്ന മതേതര ദേശീയ പ്രസ്ഥാനം ശാക്തീകരിച്ചേ മതിയാകൂ. 2, കേരളത്തിൽ അവർ പൂർണ്ണമായും പ്രതിരോധത്തിലാണ്. നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ കോളേജ് സ്കൂൾ ക്യാമ്പസുകളും ക്രിമിനൽ സെന്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധോലോക ക്രിമിനൽ സംഘങ്ങളുടെ സുരക്ഷിത താവളമായി കേരളത്തിലെ സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ പ്രാകൃതമായ കൊലപാതകം കേരളം സാക്ഷ്യം വെച്ച് നടന്നത്. ബീഹാറിലും രാജസ്ഥാനിലും UPയിലും ജാർഖണ്ഡിലുമൊന്നുമല്ല നടന്നത് നവോത്ഥാനം നടന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ മണ്ണിൽ ഒരു പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന SFIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പ്രതികളായി മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യം മാറിയെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എങ്ങോട്ടാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു വിഷയം, അങ്ങനെ ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുപ്രശ്നങ്ങളാണ്. ആ സാഹചര്യത്തിൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി UDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ 20 സീറ്റിലും UDFന് അഭിമാനകരമായ വിജയം കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൊല്ലത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം കൂട്ടാൻ കഴിയും. എങ്ങനെയാണ് ഒരു സാധ്യത? അതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയും. മോദിയുമായുള്ളൊരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത് അത് ഒരു വലിയ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ LDF ശ്രമിച്ചിരുന്നു. അതിനെയൊക്കെ എങ്ങനെ കാണും? ഇല്ല, അതൊക്കെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളി എന്ന് തന്നെ ഈ ദിവസങ്ങളിലെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊരു കാര്യം പറയാം, എൻ്റെ CPM വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഏത് ഹീനമായ മാർഗവും അവലംബിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചോ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചോ പാർലമെന്റ് അംഗം എന്ന നിലയിൽ 10 വർഷക്കാലത്തെ പ്രവർത്തന മികവിനെ സംബന്ധിച്ചോ പ്രവർത്തനത്തെ സംബന്ധിച്ചോ വികസനോന്മുഖ വിഷയങ്ങളെ സംബന്ധിച്ചോ ഒരു പരാതിയും ആക്ഷേപവും വീഴ്ചയും ന്യൂനതയും പോരായ്മയും പറയാനില്ലാതെ വന്നപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരമെന്ന നിലയിൽ
BJP വൽക്കരിക്കുക, സംഘിവൽക്കരിക്കുക എന്നുള്ളത് 2019 അവർ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. 2024 അവർ ആവർത്തിക്കുന്നത് അതുതന്നെയാണ്. അതിനെ കൊല്ലത്തെ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ വീണ്ടെടുക്കാനും നിലനിർത്താനും അവസാന ശ്വാസം വരെ പൊരുതുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. ആ വിശ്വാസതയെ ദുർബലപ്പെടുത്താനും ആ വിശ്വാസതയെ തകർക്കാനുമാണ് CPM വളരെ വ്യക്തമായി ഈ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നത് നല്ലതുപോലെ ജനങ്ങളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ വ്യക്തമായൊരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് നടക്കുന്നതെന്നാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നമ്മോടൊപ്പം പങ്കുവച്ചത്. കൊല്ലത്തു നിന്നും ജയശ്രാനൊപ്പം D. ബിനോയ്, കേരള വിഷൻ ന്യൂസ്.